ഹലോ, ഞാൻ ഡോക്ടർ അനഘ. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആയുർവേദിക് ബ്യൂട്ടി ടിപ്സ് ഫോർ എവറി സ്കിൻ ടൈപ്പ്. ആയുർവേദത്തിൽ എല്ലാ സ്കിൻ ടൈപ്പിനും പ്രത്യേകമായിട്ട് ബ്യൂട്ടി ടിപ്സ് ഉണ്ട്. സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ലാർജസ്റ്റ് ഓർഗനാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലരും അത് ചെയ്യാറുമില്ല. ആയുർവേദത്തിൽ 3 ദോഷാസാണുള്ളത്: വാത, പിത്ത, കഫ. ഈ 3 ദോഷാസിനെയും ബാലൻസ് ചെയ്ത് ഹെൽത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിലാണ് ആയുർവേദം വിശ്വസിക്കുന്നത്. ഈ 3 ദോഷാസിനെയും ബേസ് ചെയ്ത് നമ്മുടെ ശരീരപ്രകൃതിയെ താരതമ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ത്വക്കിനെയും താരതമ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രകൃതി അറിഞ്ഞ് അതിനനുസരിച്ച് ഡയറ്ററി ടിപ്സും സ്കിൻ കെയറൊക്കെ ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വാതപ്രകൃതിക്കാരുടെ സ്കിൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവരുടെ സ്കിന്ന് പൊതുവെ കുറച്ച് ഡ്രൈ ആയിരിക്കും, അതുപോലെ തണുപ്പുള്ളതായിരിക്കും, റിങ്കിൾസ് കാണപ്പെടാറുണ്ട് കൂടുതലായിട്ട്. അതുപോലെ ക്രാക്കിംഗ്, വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ ലിപ്സിലും ഫൂട്ട്സിലൊക്കെ ക്രാക്കിംഗ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഭയങ്കര റഫായിരിക്കും, ഹാർഡായിരിക്കും ഇവരുടെ സ്കിന്ന്. ഇനി നമുക്ക് പിത്ത ടൈപ്പ് ഓഫ് സ്കിൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവരുടെ സ്കിന്ന് പൊതുവെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, അതുപോലെ ചൂടുള്ളതാണ്. അതുപോലെ ഇവർക്ക് സ്പൈസി ഫുഡ്, സൂര്യൻ, അതേപോലെ വെയിൽ, ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ ഇവർക്ക് മറുകുകൾ ധാരാളമായി കാണപ്പെടാറുണ്ട്. പിന്നെ ഇവർക്ക് ഫ്രെക്കിൾസും ഈ ടൈപ്പ് ഓഫ് സ്കിന്നിൽ കാണപ്പെടാറുണ്ട്. ഫ്രെക്കിൾസ് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രൗൺ സ്പോട്ട്സ് ആണ്. അത് നമ്മുടെ ചീക്കിൽ, നോസിൽ, ചിലപ്പം ഫോർഹെഡിലും കാണപ്പെടാറുണ്ട്. ഇത് കംപ്ലീറ്റ്ലി അസിംപ്റ്റമാറ്റിക് ആണ്. പ്രത്യേകിച്ച് ചൊറിച്ചിൽ, പുകച്ചിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഇനി കഫ പ്രകൃതിക്കാരുടെ സ്കിൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവരുടെ സ്കിന്ന് നാച്ചുറലി തിക്കായിരിക്കും, അതേപോലെ സോഫ്റ്റാണ്, സ്മൂത്താണ്, നാച്ചുറലി മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ കഫ പ്രകൃതിക്കാർ ഭയങ്കര ഓയിലി ആയിരിക്കും ഇവരുടെ സ്കിന്ന്. പിന്നെ ഇവർക്ക് റിങ്കിൾസ് ഒക്കെ അധികമായിട്ട് കാണപ്പെടാറില്ല. കുറച്ച് പ്രായമായി കഴിഞ്ഞാലും ഇവരധികം പ്രായമൊന്നും തോന്നിക്കാറില്ല. പിന്നെ ഇവർക്ക് ക്ലോഗ്ഡ് പോസ് ഉണ്ടാവാറുണ്ട്. ക്ലോഗ്ഡ് പോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഓയിലി ആയതുകൊണ്ട് സെബം പ്രൊഡക്ഷൻ കൂടിയിട്ട് ഡെഡ് സ്കിൻ സെൽസ്, ഡസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ഓപ്പൺ പോസിൽ അടിഞ്ഞു കൂടിയിട്ട് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ കഫ ടൈപ്പ് ഓഫ് സ്കിന്നിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഈ ടൈപ്പ് ഓഫ് സ്കിന്നിൽ ആക്നേസും കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ഓരോ സ്കിൻ ടൈപ്സ്. ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പിടികിട്ടിട്ടുണ്ടാവില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. താങ്ക് യു.